ഹായ് ഹലോ നമസ്കാരം, സുനോജ് കുര്യനാണ്. ഇന്നത്തെ അലൈനിലെ ഷെവർലയുടെ ഷോറൂമിലാണ് ഉള്ളത്. ഇവിടെ ഷെവർലയുടെ ഏറ്റവും ചെറിയ വാഹനമായ ഗ്രൂവ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഷെവർലെ ഗ്രൂവ് കാണുന്നതിനും ഇതിനെപ്പറ്റിയുള്ള ഫീച്ചേഴ്സൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നതിനും വേണ്ടി വന്നതാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഷെവർലെ ഗ്രൂവ്. നമ്മൾ വണ്ടിയിലേക്ക് ഡീറ്റെയിൽ ആയി പോകുന്നതിന് മുമ്പ് ഈ ഗ്രൂവിൻ്റെ ചെറിയൊരു ഹിസ്റ്ററി ഞാൻ പറയാം. അതായത് നമ്മൾ ഷെവർലെ ഗ്രൂവ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഇത് ശരിക്കും ഒരു അമേരിക്കൻ വണ്ടി എന്നുള്ള ഒരു ധാരണയായിരിക്കും വരുന്നത്. എന്നാൽ ഇത് ശരിക്കും ഒറിജിനലി ഒരു അമേരിക്കൻ വണ്ടിയല്ല. ഇത് സെയ്ക്ക് GM വൂലിംഗ് ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറയുന്ന ഒരു കമ്പനി ഇറക്കുന്ന വണ്ടിയാണ്. ഈ സെയ്ക്ക് GM വൂലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചൈന കമ്പനിയാണ്. സെയ്ക്കും വൂലിങ്ങും ചൈന കമ്പനികളും, അതുപോലെ GM അമേരിക്കൻ കമ്പനിയുമാണ്. അപ്പോൾ അങ്ങനെ ഈ മൂന്ന് കമ്പനിയും കൂടെ ചേർന്നുള്ള സെയ്ക്ക് GM വൂലിംഗ് എന്ന ജോയിൻറ്റ് വെഞ്ചറിൽ ചൈനയിൽ നിന്നും നിർമ്മിക്കുന്ന ഒരു വണ്ടിയാണ് ഈ ഷെവർലയുടെ ഗ്രൂവ്. സെയ്ക്ക് GM വൂലിംഗ് ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറയുന്ന ചൈന കമ്പനി നിർമ്മിക്കുന്ന ബോജോങ് 510 എന്ന് പറയുന്ന ഒരു വാഹനം നമുക്ക് ഷെവർലെ ഗ്രൂവ് എന്ന പേരിൽ റീബാഡ്ജ് ചെയ്ത് മിഡിൽ ഈസ്റ്റിൽ കിട്ടുന്നു. ശരിക്കും ഈ ഒരു ഗ്രൂവ് എന്ന് പറയുന്ന പേര് ഷെവർലയുടെ മാത്രം സ്വന്തമായ ഒരു പേരാണ്. 2007 ന്യൂയോർക്ക് ഇൻ്റർനാഷണൽ ഓട്ടോ ഷോയിൽ ഷെവർലെ അവതരിപ്പിച്ച ഒരു കൺസെപ്റ്റ് കാറിൻ്റെ പേരായിരുന്നു ഈ ഗ്രൂവ് എന്ന് പറയുന്നത്. പിന്നീട് ഈ ഒരു ബോജോങ് 510 റീബാഡ്ജ് ചെയ്തപ്പോഴത്തേനും ഗ്രൂവ് എന്ന പേര് ഷെവർലെ ഈ ഒരു വാഹനത്തിന് കൊടുക്കുകയായിരുന്നു. ഈ ഷെവർലെ ഗ്രൂവിന് LT പ്രീമിയർ എന്ന് പറഞ്ഞ രണ്ട് വേരിയൻറ്റുകളാണുള്ളത്. പ്രീമിയർ എന്ന് പറയുന്നത് ഹൈ എൻഡ് മോഡലും ഈ LT എന്ന് പറയുന്നത് ബേസിക് മോഡലുമാണ്. ഇപ്പോൾ നമുക്ക് ഇവിടെ LT മോഡലാണ് അവൈലബിൾ ആയിട്ട് ഉള്ളത്. ശരിക്കും ഷെവർലയുടെ പ്രൊമോഷൻ, റംദാൻ പ്രൊമോഷൻ ഈ ഒരു ഏപ്രിൽ മാസം അവസാനം വരെ നീട്ടിയിട്ടുണ്ട് ഇവർ. അപ്പോൾ നമുക്ക് ഒരു ഏപ്രിൽ മാസം തീരുന്നതിന് മുന്നേ തന്നെ ഷെവർലെ വാഹനങ്ങൾ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ റംദാൻ പ്രൊമോഷനുണ്ട്. ഈ ഒരു വാഹനത്തിൻ്റെ കൂടെ നിങ്ങൾക്കൊരു iPhone 16 ഇവർ ഗിഫ്റ്റായിട്ട് തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ ഗ്രൂവിലോട്ട് പോകാം. ഗ്രൂവിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഷെവർലെ ഗ്രൂവിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നല്ലൊരു ക്യൂട്ട് ലുക്കാണ്. നമ്മളിതിൻ്റെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഗ്രില്ലിൻ്റെ മധ്യഭാഗത്തായിട്ട് തന്നെ നമുക്ക് ഷെവർലയുടെ ഒരു ലോഗോ കൊടുത്തിരിക്കുന്നത് കാണാം. ഫ്രണ്ടിൽ സൈഡിലേക്ക് വന്നപ്പോഴത്തേനും മേളിൽ തന്നെ നമുക്ക് LED DRL കാണാം. ഇത് തന്നെയാണ് ഈ ഒരു ഷെവർലെ ഗ്രൂവിൻ്റെ ഇൻഡിക്കേറ്റർ ലൈറ്റുകളും. അതിൻ്റെ നേരെ താഴോട്ട് വന്നപ്പോഴത്തേനും നമുക്ക് ഹെഡ് ലാമ്പുകൾ കാണാം. ഇത് ശരിക്കും ഹാലജൻ ഹെഡ് ലാമ്പുകളാണ് ഈ കാണുന്നത്. ഈ ഹെഡ് ലാമ്പിൻ്റെ താഴെ തന്നെ ബ്ലാക്ക് കളറിലുള്ള ഒരു ക്ലാഡിങ് കൊടുത്തിരിക്കുന്നത് കാണാം. ഈ ഒരു ക്ലാഡിങ് അങ്ങനെ വീൽ ആർക്ക് വഴി നേരെ കയറി ബോഡിയൊക്കെ ടച്ച് ചെയ്ത് അങ്ങ് നേരെ പുറകിലെ വീൽ ആർക്ക് വരെ ആ ഒരു ബ്ലാക്ക് ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. അത് വളരെ മനോഹരമായിട്ടാണ് അതിൻ്റെ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പുറകു വശത്ത് നിന്ന് നോക്കുമ്പോഴത്തേനും മേളിൽ നമുക്ക് റൂഫ് റാക്കുകളൊക്കെ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. റൂഫ് റാക്കിൻ്റെ ഒക്കെ മധ്യഭാഗത്തായിട്ട് ഒരു ബ്ലാക്ക് കളറിലുള്ള ആൻറ്റിനയും കൊടുത്തിരിക്കുന്നത് കാണാം. അതുപോലെ അതിൻ്റെ നേരെ പുറകിലായിട്ട് സ്പോയിലർ കൊടുത്തിട്ടുണ്ട്. സ്പോയിലറിൻ്റെ താഴെ തന്നെ റെഡ് ലൈറ്റൊക്കെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. പിന്നീട് നേരെ താഴോട്ട് വന്നു കഴിയുമ്പോഴത്തേനും റിയർ വൈപ്പറുകളൊക്കെ ഉണ്ട്. റിയർ വൈപ്പറിൻ്റെ നേരെ താഴെ ടെയിൽ ഗേറ്റിൻ്റെ ഏകദേശം മധ്യഭാഗത്തായിട്ട് വളരെ ഭംഗിയായിട്ട് ഷെവർലയുടെ ഒരു ലോഗോയൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ ലോഗോയുടെ ഇരുവശങ്ങളിലുമായിട്ട് നല്ല ടെയിൽ ലാമ്പുകളൊക്കെ നമുക്ക് കാണാം. അത്യാവശ്യം നല്ല കാണാൻ ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള ടെയിൽ ലാമ്പുകളാണ് ഈ ഒരു ഗ്രൂവിന് കൊടുത്തിരിക്കുന്നത്. ടെയിൽ ലാമ്പിൻ്റെ നേരെ താഴെ ഒരു സൈഡിൽ LT എന്നുള്ള ഒരു വേരിയൻറ്റിൻ്റെ ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നത് കാണാം. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഈ LT എന്നുള്ളത് ബേസ് മോഡലാണ്. LTയുടെ തൊട്ടുപ്പുറേ തന്നെ ഗ്രൂവിൻ്റെ ഒരു ബാഡ്ജിങ്ങും കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. പിന്നീട് നമ്മൾ നേരെ താഴെ കാണുന്നത് ബമ്പറാണ്. റിയർ ബമ്പറുകൾ ഡ്യുവൽ ടോൺ കളറിലാണ് വന്നിരിക്കുന്നത്. ഈ റിയർ ബമ്പറിൽ പാർക്കിംഗ് സെൻസറുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നേരെ താഴെയായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് കാണുന്ന ഈ ലൈറ്റാണ് ഗ്രൂവിൻ്റെ റിവേഴ്സ് ലൈറ്റ്. ഇത് LED ലൈറ്റാണ്. ഇത് കൂടാതെ ഈ ഒരു ഷെവർലയുടെ ബാഡ്ജിൻ്റെ നേരെ താഴെയായിട്ടാണ് ഇവിടെ നമുക്ക് റിവേഴ്സ് ക്യാമറയും കാണാം. വീലുകളിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും ഷെവർലെ ഗ്രൂവിന് 16 ഇഞ്ച് അലോയ് വീലുകളാണ് കൊടുത്തിരിക്കുന്നത്. അലുമിനിയം കളേർഡ് ആയിട്ടുള്ള അലോയ് വീലുകളാണ്. കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയൊക്കെ ഉണ്ട്. ഒരു ഡയമണ്ട് കട്ട് ഷേപ്പിലുള്ള അലോയ് വീലുകളാണ് ഈ ഒരു ഷെവർലെ ഗ്രൂവിനുള്ളത്. റിയർ വ്യൂ മിററിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ മിററിൻ്റെ സൈഡിൽ തന്നെ നമുക്ക് ഇൻഡിക്കേറ്ററുകളൊക്കെ കൊടുത്തിരിക്കുന്നത് കാണാം. ഡോറിലേക്ക് നോക്കിയാൽ ഡോർ ഹാൻഡിലൊക്കെ ബോഡി കളേർഡ് ഡോർ ഹാൻഡിലുകളാണ് ഈ ഒരു വാഹനത്തിനുള്ളത്. ഇത് ബേസ് മോഡലാണ്. LT എന്ന് പറയുന്ന മോഡലാണ്. ഈ ഒരു വാഹനത്തിനും നമുക്ക് ബോഡി കളേർഡ് ആയിട്ടുള്ള ഡോർ ഹാൻഡിലുകളൊക്കെയാണ് കാണുവാനുള്ളത്. ഈ ടെയിൽ ഗേറ്റ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേനും അത്യാവശ്യം നല്ല ഒരു ബൂട്ട് സ്പേസ് ഒക്കെ ഈ ഒരു വാഹനത്തിനുണ്ട്. ചെറിയൊരു ഫാമിലിക്ക് പറ്റിയ 1-2 ട്രോളി ബാഗുകളൊക്കെ വെച്ചുകൊണ്ട് പോകാൻ പറ്റിയ ഒരു ബൂട്ട് സ്പേസ് ഒക്കെയാണ് ഈ ഒരു വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഷെവർലെ ഗ്രൂവിൻ്റെ എക്സ്റ്റീരിയർ ഏകദേശം എല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഇൻറ്റീരിയറിലേക്ക് പോകാം. നമ്മൾ ഡ്രൈവർ സൈഡിലെ ഡോറ് തുറന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് ഇവിടെയായിട്ട് ഒരു ലെതർ ഫിനിഷ് ഒക്കെ നമുക്ക് കാണാം. ഈ ഒരു ഹാൻഡിലൊക്കെ തന്നെയാണെങ്കിലും കാണാൻ നല്ല ഭംഗിയുള്ള ഹാൻഡിലുകളാണ്. അതുപോലെ ഇതിൻ്റെ ഒരു ഡോറിൻ്റെ ലോക്കും ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്.
ഈ ഷെവർലെ ഗ്രൂവിന് ക്ലോത്ത് കൊണ്ടുള്ള ഒരു സീറ്റൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ബ്ലാക്ക് കളർ സീറ്റുകളാണ്. ഈ ബ്ലാക്ക് കളർ സീറ്റിൽ ഒരു വൈറ്റ് സ്റ്റിച്ചിങ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ബ്ലാക്ക് കളറിൽ ഇങ്ങനെ ഒരു വൈറ്റ് സ്റ്റിച്ചിങ് ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ ഒരു ഡ്രൈവർ സീറ്റിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് 6 വേ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഡ്രൈവർ സീറ്റാണ് ഈ വാഹനത്തിനുള്ളത്. ഇത് നമ്മൾ നോക്കുമ്പം ഇവിടെ 4 വേ നമുക്ക് ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതും ബാക്കി 2 മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു ഡ്രൈവർ സീറ്റാണ്. 4 വേ മാനുവലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു കോ ഡ്രൈവർ സീറ്റാണ് ഈ ഒരു വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. ഡോറിൻ്റെ സൈഡിലൊക്കെ അത്യാവശ്യം നല്ല ഒരു സ്റ്റോറേജ് സ്പേസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ സ്റ്റിയറിംഗിലേക്ക് വന്നു കഴിയുമ്പോൾ സ്റ്റിയറിംഗിൻ്റെ ഒത്ത നടുക്കായിട്ട് തന്നെ ഷെവർലയുടെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രൂസ് കൺട്രോളും വോളിയം കൺട്രോളുകളും അങ്ങനെ എല്ലാവിധ കൺട്രോളുകളും ടെലിഫോൺ കണക്ടിവിറ്റി കൺട്രോളുകളും എല്ലാം തന്നെ ഈ ഒരു സ്റ്റിയറിംഗിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. ഈ സ്റ്റിയറിംഗ് ഒരു ലെതർ ഫിനിഷ് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് ആണ് ഈ ഗ്രൂവിന് കൊടുത്തിരിക്കുന്നത്. നമുക്ക് എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റത്തിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും 8 ഇഞ്ചിൻ്റെ ഒരു ടച്ച് സ്ക്രീനാണ് ഈ ഒരു എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇത് 4 സ്പീക്കറുകളാണ് ഈ ഒരു ബേസ് മോഡലായ LTക്ക് വരുന്നത്. എന്നാൽ ഇതിൻ്റെ ഹൈ എൻഡായ പ്രീമിയറിന് 6 സ്പീക്കറുകളാണ് വരുന്നത്. അതുപോലെ തന്നെ ആപ്പിൾ കണക്ടിവിറ്റിയും ആൻഡ്രോയിഡ് ഓട്ടോയും ഒക്കെ ഉള്ള ഒരു ടച്ച് സ്ക്രീനാണ് ഈ ഒരു വാഹനത്തിനുള്ളത്. ഈ ഒരു എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ നേരെ താഴേക്ക് വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് AC-യുടെ വെൻറ്റുകൾ കാണാം. അതിനും നേരെ താഴേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു 5 സ്വിച്ചുകൾ നമുക്കിവിടെ കാണാം. അത് ഡോർ ലോക്കിൻ്റെ സ്വിച്ചും അതുപോലെ തന്നെ ട്രാക്ഷൻ കൺട്രോളിൻ്റെ സ്വിച്ച്, ഹസാർഡ് ലൈറ്റ്, പിന്നെ ടയർ പ്രഷറിൻ്റെ സ്വിച്ചുകളും ഒക്കെയാണ് നമ്മളിവിടെ കാണുന്നത്. അതിൻ്റെ നേരെ താഴേക്ക് വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് AC-യുടെ കൺട്രോളുകൾ കാണാം. ഈ കാണുന്നത് AC-യുടെ കൺട്രോൾ സ്വിച്ചുകളാണ്. AC-യുടെ കൺട്രോൾ സ്വിച്ചിനും നേരെ താഴേക്ക് വന്നു കഴിയുമ്പോഴത്തേനും USB കണക്ട് ചെയ്യാനുള്ള പോർട്ട് കാണാം. ഒരു 12 വോൾട്ടിൻ്റെ സിഗരറ്റ് ലൈറ്ററും നമുക്ക് കാണാം. അതും കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേനും ഗിയർ ഷിഫ്റ്റിംഗ് നോബ് കാണാം. ഗിയർ ഷിഫ്റ്റിംഗ് നോബ് നമ്മുടെ ഒരു പഴയ സ്റ്റൈലിലൊക്കെ തന്നെ ഉള്ളൊരു നോബാണ്. എങ്കിലും അതിനൊരു അഴക് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു ലെതർ ഫിനിഷൊക്കെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. ഈ ഗിയർ ഷിഫ്റ്റ് നോബിലേക്ക് നോക്കി കഴിയുമ്പോഴത്തേനും നമുക്കിവിടെ ഇത് മാനുവലി ഓടിക്കാനുള്ള ഒരു ഓപ്ഷനുണ്ട്. D-ലിറ്റ്, അതിനാണ് D-യുടെ അടുത്ത് പ്ലസും മൈനസും കൊടുത്തേക്കുന്നത് നമുക്ക് ഗിയർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. D-യുടെ തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന സ്പോർട്സ് മോഡും ഉണ്ട്, അതിനാണ് S കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇച്ചിരി പവർ കൂട്ടിയൊക്കെ ഓടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു S മോഡിലിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ സ്പോർട്സ് മോഡിൽ ഓടിച്ച് നടക്കാം. അപ്പോൾ നമ്മൾ അങ്ങനെ ഈ ഒരു S മോഡിലിട്ട് വാഹനം ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈലേജ് അല്പം കുറവായിരിക്കും. ഗിയർ ഷിഫ്റ്റിംഗ് നോബിന് ശേഷം നമ്മൾ പുറകോട്ട് വന്നു കഴിയുമ്പോഴത്തേനും നമുക്കിവിടെ മെക്കാനിക്കൽ ബ്രേക്കിൻ്റെ ലിവറൊക്കെ കാണാം. അതിൻ്റെ ടിപ്പിൽ തന്നെ നമുക്ക് നല്ലൊരു ക്രോം ഫിനിഷൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 ഗ്ലാസുകൾ വെക്കാനുള്ള സ്പേസൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ വീണ്ടും പുറകോട്ട് വന്നു കഴിയുമ്പോഴത്തേന് ഈ ഒരു ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഹാൻഡ് റെസ്റ്റ് ലെതർ ഫിനിഷിങ്ങിലാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം ഡ്രൈവർക്ക് മാത്രം അല്ലെങ്കിൽ പാസഞ്ചർക്ക് മാത്രമൊക്കെ കൈ വെക്കാനുള്ള ഒരു സ്പേസ് ഈ ഒരു സ്ഥലത്തുള്ളൂ. 2 ആൾക്കാരും കൂടെ, പാസഞ്ചറും ഡ്രൈവറും കൂടെ ഒരുമിച്ച് കൈ വെക്കണം എന്നുണ്ടെങ്കിൽ ഇടിച്ച് തള്ളി വെക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ വരും. ഈ ഒരു ഹാൻഡ് റെസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ചെറിയൊരു സ്പേസ്, നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് ഇവിടെ കാണാൻ കിട്ടുന്നുണ്ട്. പുറകോട്ട് വന്നു കഴിയുമ്പോഴത്തേനും ഇവിടെ നമുക്ക് പുറകിൽ AC വെൻറ്റുകളൊന്നുമില്ല. ഇവിടെ ഒരു 5 വോൾട്ടിൻ്റെ ഒരു USB ചാർജിങ് പോർട്ട് നമുക്കിവിടെ കാണാം. ബാക്ക് സീറ്റിലെ ലെഗ് സ്പേസിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും ഒരു നോർമൽ ഹൈറ്റുള്ള ആൾക്കാർക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഇരിക്കാൻ പറ്റുന്ന ഒരു ലെഗ് റൂം ഇവിടെയുണ്ട്. എന്നാൽ ഇച്ചിരി ഹൈറ്റ് കൂടുതലുള്ള ആൾക്കാർക്കൊക്കെ ഈ ഒരു ലെഗ് സ്പേസ് കുറവായിട്ട് തന്നെ ആയിരിക്കും തോന്നുന്നത്. അതുപോലെ തന്നെ 3 പേർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇരിക്കാൻ പറ്റുന്ന ഒരു ബാക്ക് സീറ്റൊക്കെയാണ് ഈ ഒരു വാഹനത്തിന് ഉള്ളത്. ഇനി നമുക്ക് ഗ്രൂവിൻ്റെ എൻജിൻ റൂം ഒന്ന് കാണാം. എൻജിൻ റൂമിലോട്ട് വന്നു കഴിയുമ്പോഴത്തേനും അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു എൻജിൻ റൂമാണ്. എൻജിനൊന്നും കുത്തി നിറച്ചല്ല ഇവിടെ കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ എൻജിനൊക്കെ നല്ലൊരു കവറൊക്കെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. നമ്മൾ ഗ്രൂവിൻ്റെ എൻജിനിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും 1.5 ലിറ്റർ 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിനുള്ളത്. ഈ എൻജിന് 110 HP പവറും അതുപോലെ തന്നെ 147 ന്യൂട്ടൺ മീറ്റർ ടോർക്കുമാണ് ഉള്ളത്. ഗിയറിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും CVT ആണ് ഈ ഒരു വാഹനത്തിൻ്റെ ഗിയർ. അതുപോലെ തന്നെ 4 വീൽ ഡ്രൈവ് വാഹനമാണ് ഇത്. ഈ ഒരു വാഹനത്തിന് കമ്പനി പറയുന്ന മൈലേജ് 15.9 km/ലിറ്റർ ആണ്. അതുപോലെ തന്നെ ഗ്രൂവിൻ്റെ സേഫ്റ്റി ഫീച്ചറുകളിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും ഈ നമ്മൾ കണ്ട LT വേരിയൻറ്റിന് 4 എയർ ബാഗുകളാണുള്ളത്. ഇതിൻ്റെ കൂടിയ മോഡലായ പ്രീമിയറിന് 6 എയർ ബാഗുകളുണ്ട്. അതുപോലെ തന്നെ പാർക്കിംഗ് സെൻസറുകളും റിവേഴ്സ് ക്യാമറയും എല്ലാം ഈ ഒരു വാഹനത്തിനുണ്ട്. നമ്മളപ്പോൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത് ഈ ഒരു ഗ്രൂവിൻ്റെ ബേസ് മോഡലായ LT ആണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഹൈ എൻഡ് മോഡൽ വരുന്നത് പ്രീമിയറാണ്. പ്രീമിയർ LT എന്നിങ്ങനെ 2 വേരിയൻറ്റുകളാണ് ഈ ഒരു ഗ്രൂവിന് ഉള്ളത്. ശരിക്കും നമ്മുടെ പ്രീമിയർ ഇവിടെ ഷോറൂമിൽ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് എനിക്കത് കാണിക്കാൻ സാധിക്കുന്നില്ല. എന്നാലും LTയിൽ നിന്നും പ്രീമിയറിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും ഇതിനകത്ത് വരുന്ന പ്രധാന മാറ്റങ്ങളെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രീമിയറിന് നമുക്കൊരു പനോറമിക് സൺറൂഫ് ഉണ്ട്. അതുപോലെ തന്നെ 6 എയർ ബാഗുകളുണ്ട്. അതുപോലെ നമ്മൾ അലോയ് വീലുകളിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും 16 ഇഞ്ച് തന്നെയുള്ള
ഡ്യുവൽ ടോൺ കളറിലുള്ള അലോയ് വീലുകളാണ് ഈ ഒരു പ്രീമിയർ വേരിയൻറ്റിൽ നമുക്ക് കിട്ടുന്നത്. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ഷെവർലയുടെ റംദാൻ ഓഫർ ഈ ഒരു ഏപ്രിൽ അവസാനം വരെയുണ്ട്. അപ്പം അതിന് മുന്നേ നിങ്ങൾക്ക് ഇവിടെ ഷെവർലയുടെ വാഹനങ്ങൾ എടുക്കാൻ, ഏതെങ്കിലും വാഹനങ്ങൾ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ റംദാൻ ഓഫറിൽ ഇവർ വണ്ടി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏത് വാഹനം എടുത്താലും ഒരു iPhone 16 ഓഫറിൽ ഇവർ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ നമ്മൾ ഈ കണ്ട ബേസ് മോഡലായ ഷെവർലെ ഗ്രൂവ് LTയുടെ വില 55,900 സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഷെവർലയുടെ ഏതെങ്കിലും ബ്രാൻഡ് ന്യൂ വാഹനങ്ങൾ അലയൻ ഷോറൂമിൽ നിന്ന് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അലയൻ ഷോറൂം മാനേജറുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. മുഹമ്മദ് എന്നാണ് ആളുടെ പേര്. നിങ്ങൾക്ക് ആളെ കോൺടാക്ട് ചെയ്യാം. ആൾ നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ ഹെൽപ്പുകളും ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ഷെവർലെ ഗ്രൂവിൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ പറയണം. കൂടാതെ ഈ ഒരു ഷെവർലെ ഗ്രൂവ് ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു അഭിപ്രായം നമ്മളുടെ കമൻറ്റ് ബോക്സിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗ്രൂവ് വാങ്ങാൻ ആഗ്രഹിക്കുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.